പ്രകാശ, നീ തർക്കിക്കണ്ടടാ. ഇത് നിനക്ക് ആൺകുഞ്ഞ് തന്നെയാ ജനിക്കുന്നത്. ഒരു ആൺകുഞ്ഞ് തന്നെയാണ് ഇപ്പോൾ എന്നെ അച്ചമ്മേന്ന് വിളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാണ് നമ്മുടെ മൂങ്ങ മുത്തശ്ശി. അപ്പോൾ നമ്മുടെ ദീപ പ്രസവിക്കുന്ന കുഞ്ഞിനെ പറ്റി ആയിരിക്കുമോ പറഞ്ഞിട്ടുണ്ടാവുക? അതെ, ഇനി മറ്റാരെങ്കിലും പ്രസവിക്കുന്ന കുഞ്ഞിനെ പറ്റിയായിരിക്കുമോ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ പ്രകാശന് എത്ര ഭാര്യമാരായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ ഒരു 100,000 സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതിലേക്കൊക്കെയുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് മാത്രമല്ല ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ പ്രകാശൻ വന്നിരിക്കുകയാണ്. പ്രകാശൻ വന്നിട്ട് നമ്മുടെ കാർത്തികയും പ്രകാശനും കൂടെ വണ്ടിയിൽ കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പുള്ളിക്കാരൻ സ്റ്റിയറിങ്ങിലൊക്കെ തൊട്ട് നമസ്കരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം കാർത്തികയോട് പറയുകയാണ്, ആ കൈ ഒന്ന് തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കയ്യോ എന്തിന്? അല്ല, ഒന്ന് തൊട്ട് തൊഴുവാൻ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കാർത്തിക പറയണ, അതെ, ആണുങ്ങളൊന്നും എൻ്റെ ശരീരത്ത് തൊടുന്നത് എനിക്കിഷ്ടമല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ, അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഏത് വണ്ടിയിൽ പോയാലും ഞാൻ ആ ഫസ്റ്റ് ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഓണറുടെ കയ്യിൽ ഒന്ന് തൊട്ട് തൊഴുതിരിക്കും. അത് എൻ്റെ ഒരു ശീലമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അത് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എനിക്ക് നല്ല ഇതാണെന്ന് പറയുകയാണ്. അപ്പോൾ കാർത്തിക പറയുകയാണ്, എന്നാലേ ഇവിടെ അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, താൻ വണ്ടി എടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശൻ വണ്ടി എടുക്കുകയാണ്. പ്രകാശൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തിക അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രകാശൻ്റെ മുഖത്ത് നോക്കുകയാണ്. അതിനുശേഷം കാർത്തിക പ്രകാശനോട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ തമിഴ്നാട്ടിലോട്ട് അങ്ങനെ വന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയാണ്, തമിഴ്നാട്ടിലോ? ഞാനോ? ഏയ്, തമിഴ്നാട്ടിലേക്കൊന്നും വന്നിട്ടില്ല എന്നിങ്ങനെ പറയുന്നത്. ചെന്നൈയിലേക്ക് വന്നിട്ടേ ഇല്ല. ആ, ചെന്നൈയിൽ വന്നിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. കുടുംബമായിട്ട് നമ്മളെല്ലാവരും കൂടി തമിഴ്നാട്ടിൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ നേരത്തെ തൊഴുവാനൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ ചെന്നൈയിലേക്കൊന്നും ഞാൻ വന്നിട്ടൊന്നുമില്ല എന്നിങ്ങനെ പ്രകാശൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കാർത്തിക ഇങ്ങനെ പ്രകാശനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. പ്രകാശൻ ചോദിക്കുകയാണ്, എന്താ മാഡം, എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ? അത് വേറൊന്നുമല്ല, താൻ വണ്ടി ഓടിക്കുന്നത് ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും താൻ നല്ലൊരു ഡ്രൈവറൊക്കെ തന്നെയാണ്. കാരണം താൻ വണ്ടി വളരെ സൂക്ഷിച്ചാണ് ഓടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. തനിക്ക് നല്ല കരുതലുണ്ട് വണ്ടിയോട്. അപ്പോൾ പ്രകാശൻ പറയുകയാണ്, അതെ മാഡം, ഞാൻ ഇവിടെ മാത്രമല്ല, ഞാൻ ഏത് വണ്ടി ഓടിച്ചാലും അതിന് എത്ര വില കൂടിയ വണ്ടിയായാലും ഞാൻ സൂക്ഷിച്ചേ ഓടിക്കത്തുള്ളൂ. ഇതുവരെയും എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ആരെയും വണ്ടി തട്ടിയോ അങ്ങനെയൊന്നുള്ള ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയെങ്ങാനും വണ്ടി വഴിയിലെങ്ങാനും ആയിക്കഴിഞ്ഞാൽ അതിന് അടിപൊളിയായിട്ട് അവിടെ നിന്ന് എന്നെ സെറ്റാക്കിക്കൊണ്ട് പോകാനും എനിക്ക് പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഡ്രൈവിങ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലേറെ ഞാൻ ചെയ്തിട്ടുള്ളത് മെക്കാനിക്ക് വർക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടിക്ക് അല്ലറ ചില്ലറ പണിയോ പ്രശ്നമോ ഒക്കെ ആയിട്ട് വഴിയിലായാലും എനിക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നിങ്ങനെ പ്രകാശൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തിക പറയുകയാണ്, അങ്ങനെ ഒരാളിനെ തന്നെയാണ് എനിക്ക് ആവശ്യം. ശമ്പളം കുറച്ച് അധികം തന്നാലും എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ തന്നെ പോലെ ഒരാളായിരിക്കും എനിക്ക് നല്ലത്. പക്ഷേ തൻ്റെ സ്വഭാവവും ബാക്കിയുള്ള കാര്യങ്ങളും കണക്കിയിരിക്കും ഇനി മുന്നോട്ടുള്ള പോക്ക് എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. അപ്പോൾ നമ്മുടെ പ്രകാശൻ പറയാണ്, അത് ഞാൻ എന്നെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ പൊക്കി പറയുകയാണെന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ കാർത്തിക പറയണം, എന്താ താൻ പറയേ കേൾക്കട്ടെ. അത് പിന്നെ മറ്റൊന്നുമല്ല, വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ എന്നെപ്പോലെ ഇത്രയും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ വണ്ടിയെ ഞാനൊരു വണ്ടിയായിട്ടല്ല കാണുന്നത്, ഞാൻ എൻ്റെ സ്വന്തം മക്കളെ കാണുന്നത് കണക്കാണ് ഞാൻ വണ്ടിയെ കാണുന്നത് എന്നൊക്കെ തള്ളി അടിച്ച് വിടുകയാണ് നമ്മുടെ പ്രകാശൻ. അങ്ങനെ നമ്മുടെ കാർത്തിക ഇതൊക്കെ കേട്ട്, ഈ തള്ളി മറിച്ചിടുന്നതൊക്കെ കേട്ട് നമ്മുടെ കാർത്തിക ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പ്രകാശൻ പറയുകയാണ്, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വണ്ടിയോട് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വണ്ടിയോട് മാത്രമല്ല ഈ മെക്കാനിക്ക് വർക്കിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ പ്രകാശൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വണ്ടി ഇങ്ങനെ ഒരുപാട് ദൂരം ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. കാർത്തിക അത് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കൂടെ പ്രകാശനെ വെട്ടുപൊത്ത് നോക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കാറുമുണ്ട്. കാർത്തിക തുറിച്ചൊക്കെ ഇങ്ങനെ കൂടെ നോക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട്
ചെറുതായിട്ട് കാണിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അത് നല്ല അടിപൊളിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നീട് കാണിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ദുരാചാരങ്ങളൊക്കെ, അതായത് എന്താ പറയുന്നത്, തമിഴ്നാട്ടിലെ ഈ അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഉള്ള ഒരു നാട്ടിൻപുറം അതാണ് കാണിക്കുന്നത്, അവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വളക്കാപ്പ് ചടങ്ങാണ് കാണിക്കുന്നത്. നമ്മുടെ പ്രകാശൻ നിലത്ത് വിരിച്ചിട്ട് നമ്മുടെ പ്രകാശൻ താഴെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ നായിക ഇങ്ങനെ കസേരയിൽ മുകളിലിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ എല്ലാവരും ഇങ്ങനെ വളയൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കവിളിൽ ഇങ്ങനെ ചന്ദനം അരച്ചതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റുകളൊക്കെ എല്ലാവരും കൊടുക്കുന്നുണ്ട്. സംഭവം ഒരു വളക്കാപ്പ് ചടങ്ങാണ് നടക്കുന്നത്. നമ്മുടെ മൂങ്ങ മുത്തശ്ശി തൊട്ട് അടുത്ത് തന്നെ നിൽപ്പുണ്ട്. പുള്ളിക്കാരത്തിയുടെ നേതൃത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. തൊട്ട് താഴെ നമ്മുടെ പ്രകാശൻ ഇരിപ്പുണ്ട്. പ്രകാശൻ ഇങ്ങനെ ഇരുന്നിട്ട് കൂടെ ഇങ്ങനെ മീശയൊക്കെ ഇങ്ങനെ പിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. നമ്മുടെ നായികയെ നോക്കുകയാണ്. പുള്ളിക്കാരത്തിയുടെ പേരാണ് ലക്ഷ്മി എന്നാണ് നമ്മുടെ നായികയുടെ പേര്. തമിഴ്നാട്ടിലെ നമ്മുടെ പ്രകാശൻ്റെ ആദ്യ ഭാര്യയാണ് നമ്മുടെ ഈ പറയുന്ന ലക്ഷ്മി. അങ്ങനെ ലക്ഷ്മിയുടെ വളക്കാപ്പ് ചടങ്ങാണ് നടന്നിരിക്കുന്നത്. അതിനുശേഷം വന്നവരൊക്കെ നമ്മുടെ ലക്ഷ്മിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പോകാൻ നേരത്ത് പറയുകയാണ്, എന്തായാലും ലക്ഷ്മി ഇത് ആൺകുഞ്ഞായി ഇരിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും. കാരണം പെൺകുഞ്ഞിനെയാണ് പ്രസവിച്ചതെങ്കിലുണ്ടല്ലോ ഈ ഊരിലെ വിധി അനുസരിച്ച് പിന്നെ നിനക്കിവിടെ ഒരു വില ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. നീ ഇവിടെ നിന്ന് പുറത്ത് പോവേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് നല്ല വിഷമാവുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി പറയാണ്, നമ്മുടെ പ്രകാശൻ്റെ അമ്മ പറയുകയാണ്, അങ്ങനൊന്നും ഉണ്ടാവില്ല, ഇതേ എൻ്റെ മകൻ്റെ കുഞ്ഞാണ്, നല്ല ഒന്നാം തരം ആൺകുഞ്ഞാ ഈ മോളുടെ വയറ്റിൽ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രകാശനും പറയാണ്, ഇതേ ആൺകുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് അവിടെ കൂടി നിന്ന് സ്ത്രീകൾ പറയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കുലത്തിൽ ആദ്യം ജനിക്കുന്നത് ആൺകുട്ടി തന്നെ ആയിരിക്കണം. ഇനി അഥവാ ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ഇവിടുത്തെ വിശ്വാസപ്രകാരം ശരിക്കും ഗർഭിണിയായ സ്ത്രീക്ക്, അതായത് കുട്ടിയുടെ അമ്മയ്ക്ക് ഈശ്വര ചിന്ത ഇല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഈശ്വരൻ അവരിൽ കൃപ ചൊരിയാഞ്ഞിട്ടാവും പെൺകുട്ടി ജനിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ വിശ്വാസം അനുസരിച്ച് പറയുന്നത്. അതുമാത്രമല്ല കുലത്തിൽ പിറന്ന സ്ത്രീകൾക്ക്, അതായത് കുലസ്ത്രീകൾക്ക് പെൺകുഞ്ഞായിരിക്കണം ആദ്യം ജനിക്കേണ്ടത്. ആൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ അവളുടെ മനസ്സിൽ അഴുക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് അവർ മോശം സ്വഭാവത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് പറയുന്നത്. സംഭവം ഈ നാട്ടിൽ, ഈ പറയപ്പെടുന്ന നാട്ടിൻപുറത്ത് അവിടുത്തെ ആണുങ്ങൾ അന്യസ്ഥലത്ത് നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നം. അതേസമയം ആ നാട്ടിൽ തന്നെയുള്ള സ്ത്രീകൾ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്കല്ല, മറ്റ് സ്ഥലത്ത് നിന്ന് വിവാഹം കഴിച്ച് ഈ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ആ സ്ത്രീകളുടെ കാര്യമാണ് ഈ പറയുന്നത്. അവർക്ക് സ്വഭാവ ദൂഷ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് ആൺകുഞ്ഞ് ജനിക്കാഞ്ഞത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്തായാലും ലക്ഷ്മിയുടെ കാര്യം പ്രസവം കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് നല്ല വിഷമമാവുകയാണ്. അപ്പോൾ പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ പ്രകാശൻ്റെ അമ്മയും ഉറപ്പായിട്ടും പറയുകയാണ്, ഇത് ആൺകുഞ്ഞ് തന്നെയാണ്, എൻ്റെ ലക്ഷ്മിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ശങ്കയും വേണ്ട എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം അവരെല്ലാവരും പോവുകയാണ്. എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രകാശൻ ലക്ഷ്മിയുടെ അടുത്ത് നിൽക്കുകയാണ്. ലക്ഷ്മി ആണെങ്കിൽ കട്ടിലിൽ വന്ന് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ മുഖം കുനിച്ച് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രകാശൻ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ലക്ഷ്മി, എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്, എന്താ കാര്യം? അതെനിക്ക് നല്ല വിഷമമുണ്ട്. അവരൊക്കെ പറഞ്ഞത് കേട്ടില്ലേ, പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ കുലസ്ത്രീ അല്ലാഞ്ഞിട്ടാണെന്നൊക്കെ അവരൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ എല്ലാവരും ധരിക്കുമെന്നൊക്കെ. അപ്പോൾ ഉടനെ പ്രകാശം പറയണേ, അങ്ങനൊന്നുമില്ല, നിനക്ക് എന്തായാലും ആൺകുഞ്ഞ് തന്നെയായിരിക്കും ജനിക്കുന്നത്, എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയണേ, ഇനി അഥവാ പെൺകുഞ്ഞ് ജനിച്ചാലോ? ലക്ഷ്മി, ഇങ്ങനെ ഒരു വാക്കിൻ്റെ ആവശ്യമില്ല, നീ ഉറപ്പായിട്ട് നീ പ്രസവിക്കുന്നത് ആൺകുഞ്ഞ് തന്നെയായിരിക്കും, മിടുക്കനായ ഒരു ആൺകുഞ്ഞ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി പറയാണ്, ഇനി അഥവാ പെൺകുഞ്ഞ് വീണ്ടും ലക്ഷ്മിക്ക് ഇത് തന്നെയാണ് പറച്ചിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. അച്ചമ്മ എന്ന് പറയുന്ന നമ്മുടെ മൂങ്ങ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. വന്നിട്ട് പറയണേ, എന്താണ് പ്രകാശ ഇവള് പറയുന്നത്?
അപ്പോൾ ഉടനെ പ്രകാശം പറയാണ്, അത് അമ്മേ ലക്ഷ്മിക്ക് പേടി ഇനി ജനിക്കുന്നത് പെൺകുഞ്ഞാണോ ഇല്ലയോ എന്നുള്ളത്. എൻ്റെ പൊന്നുമോളെ, നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ദേ നിൻ്റെ വയറ്റിലൊരു ആൺകുഞ്ഞുണ്ടല്ലോ, പിറവി എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവൻ പുറത്തേക്ക് വരാനേ അധിക നാളൊന്നും വേണ്ട എന്നിങ്ങനെ പറയണേ. ഇനി നാളെ മുതലുള്ള ദിവസങ്ങളിൽ നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോകണം, എന്നിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തണം. എന്തായാലും നിൻ്റെ വയറ്റിൽ കിടക്കുന്നത് അമ്പാട്ടിയായ ആൺകുഞ്ഞ് തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ മുത്തശ്ശി. അതിനുശേഷം മുത്തശ്ശി പറയണ, അവന് വേണ്ടിയിട്ടടാ പ്രകാശ ഞാൻ നല്ലൊരു പാട്ട് കണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് താമര കണ്ണനുറങ്ങീണം ആ പാട്ട് പാടുകയാണ് നമ്മുടെ മുത്തശ്ശി. അപ്പോഴത്തേക്ക് പ്രകാശൻ്റെ കൂടെ പറയണം, പ്രകാശ നിനക്കും താരാട്ട് പാട്ടൊക്കെ പാടാനുള്ളതല്ലയോടാ, നീയും കൂടെ പാട്. അങ്ങനെ നമ്മുടെ അമ്മയും മോനും കൂടെ താമര കണ്ണനെ ഇങ്ങനെ ഉറക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ്. ലക്ഷ്മി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് വിഷമിച്ചിട്ട്. അങ്ങനെ പിറ്റേന്നാണ് രാവിലെ ക്ഷേത്രത്തിൽ പോവുകയാണ്. ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ദേവിയോടാണ്, ദേവി ക്ഷേത്രമാണ് കാണിക്കുന്നത്, പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദേവി എനിക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നെ തരണേ. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് പെൺകുഞ്ഞും ആൺകുഞ്ഞും ഒരുപോലെ തന്നെയാണ്. എനിക്കതിലൊന്നും വേർതിരിവില്ല. ആരോഗ്യത്തോടു കൂടി ഒരു കുട്ടി, അത്രമാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ. പക്ഷേ ഈ നാട്ടിലെ ദുരാചാര പ്രകാരം എനിക്ക് ജനിക്കുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് എൻ്റെ സ്വഭാവ ദൂഷ്യമാണ് ഈ നാട്ടിലുള്ളവർ കണക്കാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പിന്നീട് എല്ലാവരും എന്നെ സംശയിക്കുകയും എൻ്റെ ഭർത്താവ് എന്നെ പുറത്താക്കുകയും ചെയ്യും. എനിക്കത് താങ്ങാനാവില്ല. അതുകൊണ്ട് എനിക്കൊരു ആൺകുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. അതേസമയം നമ്മുടെ മൂങ്ങ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്ന് ദേവി, എന്തായാലും ഒരു ആൺകുഞ്ഞ് തന്നെയാണ് എൻ്റെ മരുമകളുടെ വയറ്റിലുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ആ കുഞ്ഞിനൊരു ആപത്തും കൂടാതെ ഇങ്ങ് തന്നേക്കണേ എന്ന് നമ്മുടെ മൂങ്ങ പ്രാർത്ഥിക്കുകയാണ്. അതേസമയം നമ്മുടെ പ്രകാശനും പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അമ്മേ, എന്തായാലും ആൺകുഞ്ഞ് തന്നെ ഞങ്ങൾക്ക് കുഞ്ഞായിട്ട് ജനിക്കണം. ഒരു ആൺകുട്ടി ജനിക്കുന്നതോടുകൂടി നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുടുംബത്തുള്ള കുഞ്ഞിൻ്റെ അച്ഛന് ഭയങ്കര സ്ഥാനമൊക്കെയാണ്. അയാൾ എന്തോ ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത് ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ആളിന്. അങ്ങനെയൊക്കെ നമ്മുടെ പ്രകാശനും പ്രാർത്ഥിക്കുകയാണ് ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ മുഖം തെളിയുന്നില്ല. അങ്ങനെ പ്രകാശൻ ചോദിക്കുകയാണ്, നീ എന്തിനാ ലക്ഷ്മി ഇങ്ങനെ വിഷമിക്കുന്നത്? എന്തായാലും നിനക്ക് ആൺകുഞ്ഞ് തന്നെയാണ് നിൻ്റെ വയറ്റിൽ കിടക്കുന്നത്. നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ സന്തോഷമായിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവർ നേരെ നടന്നു വരികയാണ്. അപ്പോൾ നടന്നു വരുന്ന സമയത്തിന് നമ്മുടെ മൂങ്ങ പറയുകയാണ്, മോളെ ലക്ഷ്മി, നീ വിഷമിക്കേണ്ട. ഈ വിഷമങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് റെഡിയാവും. നമുക്ക് വയറ്റാട്ടിയെ വീട്ടിലേക്ക് വരുത്താം. വയറ്റാട്ടി വന്നിട്ട് നിന്നെ നോക്കി പറയുന്ന കാര്യം കറക്റ്റായിട്ട് വയറ്റാട്ടിക്ക് പറയാൻ പറ്റും. നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം വയറ്റാട്ടി വന്ന് കാണുമ്പോൾ അവർ സ്ഥിരീകരിക്കും എന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ലക്ഷ്മിക്ക് ഒരു മനസ്സമാധാനവും ഇല്ല. അതിനുശേഷം നമ്മുടെ വീടാണ് കാണിക്കുന്നത്. വീട്ടിൽ ലക്ഷ്മി ഇങ്ങനെ അകത്തിരിക്കുകയാണ്. അപ്പോൾ പ്രകാശനുണ്ട്, അതുപോലെ 2-3 സ്ത്രീകളും കൂടിയുണ്ട്, അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ വയറ്റാട്ടി ഇങ്ങനെ വരികയാണ്. നമ്മുടെ വയറ്റാട്ടി തള്ള വരികയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മൂങ്ങ വിളിക്കുകയാണ്, മോളെ ലക്ഷ്മി ഇറങ്ങി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മി വന്ന് ഉമ്മറത്തെ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വയറ്റാട്ടി വന്നിട്ട് പറയുകയാണ്, ആഹാ എന്ന് പറഞ്ഞിട്ടൊക്കെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കുകയാണ്. എന്നിട്ട് വയറ്റിലും ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. അപ്പം തന്നെ വയറ്റാട്ടിക്ക് ഒരു സംഭവം പിടികിട്ടി. വയറ്റാട്ടി പറയാണ്, എന്തായാലും ലക്ഷ്മിക്ക് ജനിക്കുന്ന കുട്ടി എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ഉടനെ തന്നെ നമ്മുടെ മൂങ്ങ പറയുകയാണ്, അതിനി വയറ്റാട്ടി അമ്മ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ഒരു അമ്പാടി കണ്ണനാണ് പിറവിയെടുത്തിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം തന്നെ വയറ്റാട്ടി തള്ള പറയാണ്, ഞാൻ പറഞ്ഞോ നിങ്ങളോട് ആൺകുട്ടിയാണ് വയറ്റിൽ കിടക്കുന്നതെന്ന്? ഞാൻ കുട്ടിയെന്നല്ലേ പറഞ്ഞോളൂ, ബാക്കി പറയാൻ നിങ്ങൾ എന്നെ അനുവദിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? ആൺകുഞ്ഞല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ലക്ഷ്മിക്ക് ആരോഗ്യമുള്ളൊരു കുട്ടി തന്നെയാണ് വയറ്റിൽ കിടക്കുന്നത്. പക്ഷേ അത് ആൺകുട്ടിയല്ല, പ്രസവിക്കുമ്പോൾ അതൊരു പെൺകുട്ടി തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മൂങ്ങ പറയാണ്, ഇല്ല, ഇത് ഞങ്ങൾ വിശ്വസിക്കില്ല, ഇതെന്തോ തെറ്റുപറ്റിയതാ നിങ്ങൾക്ക്. ആര് പറഞ്ഞ് തെറ്റുപറ്റിയെന്ന്? ഞാൻ എൻ്റെ ഇത്രയും പ്രായത്തിനാമച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതേ ആൺകുട്ടി തന്നെയാണ്, എനിക്കതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഒരിക്കൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ പ്രവചനം തെറ്റിപ്പോയത്
പാളിപ്പോയത് ഒരിക്കൽ മാത്രമാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ ഞാനിങ്ങനെ ഇതുപോലെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കുട്ടി പെണ്ണാണ് എന്ന് പറഞ്ഞു. പക്ഷേ പ്രസവിച്ചപ്പോൾ ആൺകുട്ടി വന്നു. അപ്പോൾ അവിടെ എനിക്കൊരു തെറ്റ് പറ്റി എന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഇരട്ട കുട്ടികളായിരുന്നു കിടന്നത്. ആ ഇരട്ടയിൽ ഒരു കുട്ടി പെണ്ണും ഒരു കുട്ടി ആണുമായിരുന്നു. എങ്ങനെ വെച്ച് നോക്കിയാലും ഒരു കുട്ടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ എൻ്റെ പ്രവചനം പൂർണ്ണമായിട്ടും തെറ്റിയിട്ടൊന്നുമല്ല. ഈ കാര്യത്തിലും ഇരട്ടക്കുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ ഇരട്ടക്കുട്ടിയാണ് വയറ്റിനുള്ളിലുള്ളതെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാത്ത പക്ഷം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇത് പെൺകുട്ടിയാണ് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മിയുടെ കിളി പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ലക്ഷ്മിക്ക് സങ്കടം വരികയാണ്. അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന സ്ത്രീകളിൽ പറയുകയാണ്, ആഹാ, ലക്ഷ്മിയെ പറ്റി ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ വിചാരിച്ചിരുന്നത്. ലക്ഷ്മി നല്ല പെണ്ണാണെന്നാണല്ലോ ഞങ്ങൾ വിചാരിക്കുന്നത്. ശിവ ശിവ, ഇന്നത്തെ കാലത്ത് ഇതാ പറയുന്നത്, ആരെയും വിശ്വസിച്ചുകൂടെന്ന്. ലക്ഷ്മിക്ക് ദുർനടപ്പുകാരിയായിരുന്നോ ലക്ഷ്മി? അങ്ങനെ എന്തോ വാക്ക് എനിക്കത് കിട്ടുന്നില്ല. ലക്ഷ്മി ദുർനടപ്പ അങ്ങനെ ഏതാണ്ടായിരുന്നോ എന്നാണ് അവിടെ നിൽക്കുന്നവർ പറയുന്നത്. അങ്ങനെ ലക്ഷ്മി അപ്പം തന്നെ സങ്കടപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ പ്രകാശനും ഒപ്പം പോവുകയാണ്. പ്രകാശൻ പറയണേ, ലക്ഷ്മി നീ വിഷമിക്കൊന്നും വേണ്ട, നീ സങ്കടപ്പെടാതിരിക്കുക എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം പ്രകാശൻ ഉമ്മറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് അവിടെ നമ്മുടെ വയറ്റാട്ടിയുണ്ട്, മൂങ്ങയും ഉണ്ട്, പ്രകാശനും എത്തിയിട്ടുണ്ട്. അപ്പോൾ വയറ്റാട്ടി പറയുകയാണ്, എന്തായാലും കുഞ്ഞ് ജനിക്കുന്നത് പെൺകുഞ്ഞ് തന്നെയാണ്, ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കം വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മൂങ്ങ പറയണം, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? ഇത്രയും മാസമായില്ലേ, വളക്കാപ്പും കഴിഞ്ഞു, പ്രസവിക്കാറായി. ഇനിയിപ്പോൾ കുഞ്ഞിന് വേണ്ടാന്ന് വെക്കാനും പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ പ്രസവിച്ചല്ലേ പറ്റൂ. ഈ കുഞ്ഞ് ജനിച്ചാലുണ്ടല്ലോ നിങ്ങളെ കുടുംബം മുടിയും, മുച്ചൂട് മുടിയും നിങ്ങളുടെ കുടുംബം. കാരണം ഇതൊരു പെൺകുട്ടിയാണ്. ആൺകുട്ടി ആയിരുന്നെങ്കിലുണ്ടല്ലോ നിങ്ങൾ കൊടി വെച്ച് വാണാനെ. പെണ്ണുങ്ങൾക്ക് ദുർനടത്തിപ്പ് ശീലം വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നടന്നു കഴിയുന്ന ഒരു പെണ്ണിനാണ് ആൺകുഞ്ഞിനെ ആദ്യമായിട്ട് കിട്ടാത്തത് എന്നൊക്കെയാണ് പറയുന്നത്. ദൈവമേ, എനിക്ക് മൂത്തതൊരു പെൺകുഞ്ഞാണേ. എന്തായാലും അങ്ങനെ നമ്മുടെ വയറ്റാട്ടി പറയണം, അവർക്ക് പ്രത്യേകിച്ച് സ്കാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണിലും ഇങ്ങനെ തൊട്ട് വയറ്റിലും തൊട്ടപ്പോൾ അവർക്ക് മനസ്സിലായി അത് പെൺകുട്ടിയാണെന്ന്. അത്രയ്ക്ക് പ്രഗത്ഭയാണ് അവർ. അങ്ങനെ അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മുടെ മൂങ്ങയും ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വയറ്റാട്ടി ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ നമുക്ക് ഇല്ലാതാക്കാം. ശിവനും അറിയില്ല, ഒരു പ്രശ്നവുമില്ല, ഞാൻ കുറച്ച് പച്ചില മരുന്ന് തരും, അതങ്ങ് ചുമ്മാ ഉള്ളിലങ്ങ് കൊടുത്താൽ മതി, കുഞ്ഞ് ഇളകി അങ്ങ് പുറത്ത് പൊയ്ക്കോളും എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് പ്രകാശനൊന്നും മിണ്ടാതെ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മൂങ്ങ പറയാണ്, അങ്ങനെയാണെങ്കിൽ അതിലൊരു മാറ്റവും ഇല്ല, എന്തായാലും ഇങ്ങനെ ഒരു തലതെറിച്ച സന്തതി എന്തായാലും ഞങ്ങളുടെ കുലത്തിന് വേണ്ട, ഒരു പെൺകുഞ്ഞിനെ നമുക്ക് ആവശ്യമില്ല, എന്തായാലും അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം എന്നിങ്ങനെ നമ്മുടെ മൂങ്ങ പറയുകയാണ്. ആ സമയത്തിന് നമ്മുടെ ലക്ഷ്മി സങ്കടത്തിലാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ അടുത്ത് ചെന്നിട്ട് പറയണേ, എൻ്റെ ലക്ഷ്മി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, നമ്മൾ ആരും ഒന്നും ചെയ്തതല്ലല്ലോ, ഒരു പെൺകുഞ്ഞിനെ എന്തായാലും നമുക്ക് വേണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ ലക്ഷ്മി പറയണേ, എങ്ങനെ പ്രകാശ് ചേട്ടാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്, കുഞ്ഞ് പെൺകുഞ്ഞായത് എൻ്റെ കയ്യിലെ കുറ്റമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് പ്രകാശൻ പറയാണ്, അല്ല ലക്ഷ്മി, എൻ്റെ മനസ്സിൽ കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നു, ആൺകുഞ്ഞാണെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ വയറ്റാട്ടി ഇത്രയും കൃത്യമായിട്ട് പറയുന്ന സ്ഥിതിക്ക് പെൺകുഞ്ഞാവാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ലക്ഷ്മി നീ കരയൊന്നും വേണ്ട, എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നും അല്ല, എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പെൺകുട്ടിയെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷ്മി, നീ മൂത്തത് ഒരു പെൺകുട്ടിയെയാണ് പ്രസവിക്കുന്നതെങ്കിൽ അത് നിൻ്റെ ചാരിത്രസിദ്ധിയെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല ലക്ഷ്മി, അത് മാത്രമല്ല ഈ സമൂഹത്തിന് മുന്നിൽ എനിക്കൊരു വിലയില്ലാതാവും, ഞാൻ വെറും വിലയില്ലാത്തവനായി മാറും, എൻ്റെ കുടുംബം നശിക്കും, മുച്ചൂട് നശിക്കും, ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ജനിച്ചാൽ മൊത്തം നശിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ പ്രകാശൻ. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്, മൂങ്ങ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് മൂങ്ങ പറയാണ്, എന്താടാ പ്രകാശ, എന്താ ഇവിടെ പ്രശ്നം? അപ്പോൾ പറയാണ്, അമ്മേ ഇവൾ പറയുന്ന കേട്ടില്ലേ, ഇവക്ക് ആകെ സങ്കടമാണ്, ഇവക്ക് ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല, ഇവൾ ഇതേ നിന്ന് കരയുന്ന കാണുന്നില്ലേ എന്നിങ്ങനെ പറയണം. എടാ പ്രകാശ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, വയറ്റാട്ടി തള്ളയും നമ്മളും തീരുമാനിച്ച കണക്ക് എന്നെ കാര്യം മുന്നോട്ട് പോകും എന്നിങ്ങനെ പറയണം. പ്രകാശ, നീയും കൂടെ നിന്നപ്പോഴല്ലേ വയറ്റാട്ടി തള്ള പറഞ്ഞത് പച്ചില മരുന്ന് തരാൻ കുഞ്ഞ് പോകുന്നതിനെ പറ്റി. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ മിണ്ടാതെ മൗനസമ്മതത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വയറ്റാട്ടി പറയണം,
എടി ലക്ഷ്മി, നീ വിഷമിക്കൊന്നും വേണ്ട. ഈ വയറ്റിൽ കിടക്കുന്ന മാരണത്തിനെ നമുക്ക് കളയാം. അതിന് വലിയ പാടൊന്നുമില്ല. വയറ്റാട്ടിത്തള്ള പറഞ്ഞിട്ടുണ്ട് നല്ല വീര്യമുള്ള പച്ചില മരുന്ന് തരാമെന്ന്. അത് ഈ കുറച്ച് അവർ പറയുന്ന ഡോസിൽ കഴിച്ചു കഴിയുമ്പോൾ ഈ കുഞ്ഞങ്ങ് പുറത്തേക്ക് പൊയ്ക്കോളും. പിന്നെ നമുക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നീട് ഗർഭം ധരിക്കുമ്പോൾ നിനക്ക് ഉറപ്പായിട്ടും പിന്നെ ആൺകുഞ്ഞ് തന്നെ ജനിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി അർത്ഥം മുറിച്ച് പറയണേ, ഇല്ല, ഞാൻ സമ്മതിക്കില്ല, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല, ആരെയും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ലക്ഷ്മി പറയണ, അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് തോന്നുന്നത്? അമ്മേ, ലോകത്ത് പെൺപിള്ളേരുള്ളത് കൊണ്ടാണ് ഈ ആൺപിള്ളേർ ജന്മം എടുക്കുന്നത്. ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പുരുഷന് ജന്മം എടുക്കാൻ പറ്റുള്ളൂ. അത് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ലക്ഷ്മി. അപ്പോൾ നമ്മുടെ മൂങ്ങ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കണേ, ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് നമ്മൾ ലക്ഷ്മി പറയണം, അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? ഞാനൊരു പെണ്ണല്ലേ? ഈ പറയുന്ന അമ്മയും ഒരു പെണ്ണല്ലേ? എന്നിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ നമ്മുടെ മൂങ്ങ പറയണം, മോളെ ലക്ഷ്മി, ഞാൻ പെണ്ണാണെങ്കിലുണ്ടല്ലോ എൻ്റെ ചാരിത്ര്യ ശുദ്ധിയും എൻ്റെ സ്വഭാവശുദ്ധിയും എൻ്റെ കുലമഹിമയും കൊണ്ടാണ് ഈ നിൽക്കുന്ന പ്രകാശനുണ്ടായത്. കണ്ടില്ലേ, എൻ്റെ മൂത്ത മകനാണ്. എനിക്ക് ഇവൻ മാത്രമേ ഉള്ളൂ മകനായിട്ട്. കണ്ടില്ലേ, ആൺകുട്ടിയാണ്, ഒന്നാം തരം ആൺകുട്ടി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മൂങ്ങ പറയുകയാണ്. എന്നിട്ട് അപ്പം എന്ന് പറയുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി പറയണത്, അങ്ങനെയാണെങ്കിൽ അമ്മയെ പ്രസവിച്ചത് ഒരു സ്ത്രീയല്ലേ? അമ്മ ഒരു സ്ത്രീയല്ലായിരുന്നോ? അമ്മയെ കൊന്നില്ലല്ലോ അമ്മയുടെ അമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയണേ, എൻ്റെ പൊന്നു കൊച്ചേ, എന്നെ ഗർഭിണിയായ സമയത്തുണ്ടല്ലോ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ. എന്തോരം പ്രശ്നങ്ങളായിരുന്നു അനുഭവിച്ചതെന്നറിയാമോ? എന്നെ പെറ്റിട്ട് എൻ്റെ തല കണ്ടതിന് ശേഷം കുടുംബം മുച്ചൂടും മുടിഞ്ഞെന്ന് എൻ്റെ അമ്മ പറഞ്ഞു എനിക്കറിയാം എന്നിങ്ങനെ പറയണ. പിന്നെ എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറയാണ് നമ്മുടെ മൂങ്ങ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിക്ക് കരച്ചിൽ തന്നെയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഡോക്ടർ പറഞ്ഞതല്ലോ, നിങ്ങൾ പറഞ്ഞില്ലേ പെൺകുഞ്ഞിനെ പറ്റി? ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ, കുഞ്ഞ് ജനിക്കുന്ന കാര്യത്തിൽ അമ്മമാർക്ക് ഒരു പങ്കുമില്ല, പുരുഷൻ്റെ തെറ്റാണ്, അല്ലെങ്കിൽ പുരുഷനിൽ നിന്നാണ് കുഞ്ഞ് ആണ് ജനിച്ചാലും പെണ്ണ് ജനിച്ചാലും അത് പുരുഷൻ്റെ ഉത്തരവാദിത്വമാണ് എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശിയാണ് മറുപടി പറയുന്നത്. മുത്തശ്ശി പറയാണ്, അതുകൊണ്ടല്ലയോ പറഞ്ഞത് നമുക്ക് മോഡേൺ മെഡിസിൻ ഒന്നും വേണ്ടാന്ന്? അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ആയുർവേദം മതിയെന്ന്. ഈ മോഡേൺ മെഡിസിനെ ഈ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരൊന്നും ശരിയല്ല, അതുകൊണ്ട് നമുക്ക് ആയുർവേദം മതിയെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിന്നെ പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോക്കൊക്കെ മതിയാക്കിയിട്ട് വയറ്റാട്ടി ഏർപ്പാടാക്കിയത്. ഈ ഡോക്ടർമാരൊക്കെ ഇങ്ങനെ വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞു തന്നതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ല, ലക്ഷ്മിയുടെ അടുത്ത് ഒന്നും ഏച്ചുന്നില്ല. ലക്ഷ്മി തീരുമാനിച്ചു കഴിഞ്ഞു, കുഞ്ഞിനെ കളയുന്ന പ്രശ്നമില്ല. പ്രകാശനാണെങ്കിൽ അത് കേട്ടിട്ട് ഇങ്ങനെ തരിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ ലക്ഷ്മിയെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർത്തിയാവുകയാണ്. ഇന്നത്തെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.